നമസ്കാരം. വിജയങ്ങൾ ഒരിക്കലും എളുപ്പത്തിൽ കൈവരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവ കൃത്യമായ ആസൂത്രണത്തിൻ്റെയും കഠിനമായ പരിശ്രമത്തിൻ്റെയും ഫലമായി ലഭിക്കുന്നവയാണ്. ഈ പരിശ്രമങ്ങളെയെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കേരള പോലീസ് ഡ്രൈവർ തസ്തികയിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ച എത്രയും പ്രിയപ്പെട്ട അനുരാജാണ് നമ്മുടെ പോണത്. അനുരാജിന് ദിശ PSC ടോക്സിലേക്ക് സ്വാഗതം. സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എൻ്റെ പേര് അനുരാജ് DR എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മധുര കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരൻ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ദൂരമുണ്ട് ദിശയിലേക്ക്? അവിടെ നിന്ന് എൻ്റെ ഒരു 35 കിലോമീറ്ററോളം ഉണ്ട്. 35 അവിടെ നിന്ന്. ഓക്കെ. അപ്പോൾ എങ്ങനെ രാവിലെ ആയിരുന്നു അതോ ഈവനിങ് ബാച്ച്? അല്ല, ഞാൻ ഈവനിങ് ബാച്ചായിരുന്നു. ഈവനിങ് ബാച്ച്. അപ്പം വൈകിട്ടൊക്കെ എപ്പോഴായിരുന്നു ക്ലാസ് തുടങ്ങണം? വൈകിട്ട് 6:30 നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ഞാനും വേറെ പയ്യനുണ്ടായിരുന്നു. രണ്ടുപേരും കടയ്ക്കലല്ല, ആ പയ്യൻ്റെ വീട് കല്ലറയായിരുന്നു. അമൽ എന്നായിരുന്നു പേര്. അപ്പം നമ്മൾ രണ്ടുപേരുടെ ഒന്നിച്ചൊരു 5:30 മണിയാകുമ്പോൾ അവിടെ നിന്ന് വരും. ഒരു 6:20 ആകുമ്പോൾ ഏകദേശം അതോടെ അടുപ്പിച്ച് ഇവിടെ എത്തുമായിരുന്നു ക്ലാസ്സിനകത്തായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യമേ ഇവിടെ ചേർന്ന സമയത്ത് ഈ പോലീസ് ബാച്ചിൽ തന്നെയായിരുന്നു, ഡ്രൈവർ ബാച്ചിലായിരുന്നു? അതെ. ഞാൻ ഈ എക്സാമിന് ഒരു 2 മാസം മുമ്പാണ് ഞാൻ ഇവിടെ വരുന്നത്. അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടോട്ട് വന്നത്. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എത്ര മണിയാവും ഇവിടെ എത്തുന്ന സമയം? ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഇവിടെ 9 മണിവരെ എക്സാം അല്ല ക്ലാസ് വരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് എക്സാമുകൾ വരുന്നുണ്ട്. അതൊക്കെ കവർ ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാറുണ്ട്, എല്ലാവരും ആയിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10:15-11 മണിയോളം ആവും വീട്ടിലെത്തുമ്പോൾ. അത്രയും സമയമാവും. നമ്മുടെ എക്സാം കഴിഞ്ഞ് അപ്പോഴേ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10:30 ആകുമ്പോൾ വീട്ടിൽ എത്താറുണ്ട്. ദിശയിലോട്ട് എത്തിപ്പെട്ട എങ്ങനെയാണ്? ദിശയിലോട്ട് എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽറാം സാറിനെ ആൾറെഡി ഇതിനു മുമ്പ് അറിയായിരുന്നു. സാറ് എന്നെ പ്രൈമിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്തിന് PSC എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അതൊന്ന് പോയ ഒരു സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തിന് PSCയിൽ പോയി ആത്മാർത്ഥത കാണിച്ചില്ല, അല്ലാതെ പോയിരുന്നൊരു സമയമുണ്ട്. അന്ന് അഖിൽറാം സാറ് നമ്മളൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥാപനത്തിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ സാറിൻ്റെ നല്ല ക്ലാസ്സായിരുന്നു. നല്ല എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കോഡിങ്ങിൽ സാറിൻ്റെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിപ്പോഴും മൈൻഡിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറ് കോഡിങ്ങിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അങ്ങനെ അതറിയായിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊരു ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് ബാക്കി GKയും ബാക്കിയെല്ലാം അതിൻ്റെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിലെനിക്ക് ഡ്രൈവർ പാർട്ട് അങ്ങോട്ട് എനിക്ക് പറ്റിയില്ലെന്നല്ല, അത് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സാറാണ് ഡ്രൈവർ പാർട്ട് എടുത്തത്. ചുമ്മാ പുള്ളി ബുക്ക് നോക്കി വായിച്ചു പോകുന്ന രീതിയിലായിരുന്നു നമുക്കങ്ങോട്ട്. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരുന്നു അരുൺ സാറിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രൈവർ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സാർ നല്ല ഹെൽപ്പ് ചെയ്തിട്ട്. ദിശയിൽ വന്നതിന് ശേഷമുള്ള പഠന രീതി, ആ സ്ട്രാറ്റജി ഒന്ന് പറയാമോ? ദിശയിൽ വന്നതിന് മുമ്പേ ആയാലും വന്നതിന് ശേഷമായാലും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിലബസിനനുസരിച്ചിട്ട് അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ള രീതിയിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മൊത്തത്തിൽ അറൗണ്ട് ചെയ്യാണെങ്കിൽ ഒരു 50 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. 20 മാർക്കിന് ഡ്രൈവറിൻ്റെ 30 മാർക്കിനും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ 20 മാർക്കിന്. അപ്പോൾ 20 മാർക്കിന് ഡിപ്പാർട്ട്മെന്റ് ആൾറെഡി ഞാൻ ഇതിന് മുമ്പുള്ള പോലീസിന് വേണ്ടി അത്യാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഒന്ന് റിവിഷൻ കണക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവറിൻ്റെ 30 മാർക്കിൻ്റെ അത് അത്യാവശ്യം ഇവിടെ വന്നിട്ട് ദിശയിൽ വന്നിട്ട് നമ്മൾ റാങ്ക് ഫയലിൽ വേറെ എന്തെങ്കിലും കാണാത്ത കുറേ ചോദ്യങ്ങൾ നമുക്ക് അരുൺ സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് പൊതുവെ പാടായിരുന്നു? അതെ, പാടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എന്തായാലും ഇപ്പോൾ റൂളായാലും അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അതിലോട്ട് നോക്കിയത്. ശരി. ഇവിടെ വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് അതിൽ അത്യാവശ്യം എനിക്ക് വലിയ ഇതില്ല. അതുകൊണ്ട് ഒരു 3 മാർക്കിനും കണ്ട് വെച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അധികമായിട്ട് അങ്ങോട്ട് ആഴത്തിൽ പോകാൻ നിന്നിട്ടില്ല. അപ്പോൾ പൊതുവെ പാടുള്ള സബ്ജക്റ്റ് സയൻസ് ആയിരുന്നോ? സയൻസ് പാടുള്ളതെന്നല്ല, എന്നാലും ഞാൻ അതിലോട്ട് അത് 2-3 മാർക്കിന് 5 മാർക്കിന് വേണ്ടി പഠിച്ച് കളയുന്ന സമയം ഞാൻ മറ്റുള്ളതിന് വേണ്ടിയിട്ട് മാറ്റാൻ നോക്കിയായിരുന്നു. കാരണം ഇപ്പം കോമൺ ആയിട്ട് നോക്കണമെങ്കിൽ 10 മാർക്ക് മാത്സിന് വരുന്നുണ്ട്. ഇപ്പം 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 മാർക്ക് മാത്സിന് വരുന്നുണ്ട്. അപ്പോൾ 60 മാർക്ക് അതായി. പിന്നെ ഭരണഘടന ഒരു 7 മാർക്കിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് 67 മാർക്ക് തന്നെ അതായി. പിന്നെ ബാക്കി കറണ്ട് അഫയേഴ്സും പിന്നെ ബാക്കി നമ്മളെ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ കാൽക്കുലേഷനിലാണ് പോയത്. കാരണം വെച്ചാൽ നമ്മളിപ്പം 2 മാർക്കിനും 3 മാർക്കിനും വേണ്ടിയിട്ട് അമിതമായിട്ടിരുന്ന് പഠിക്കുന്നതിനേക്കാളും ആ സമയം കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ ആ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. അതാണ് ഞാൻ കൂടുതൽ നോക്കിയത്. എന്നാലും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അന്ന് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് അതൊക്കെയാണ് ചോദിച്ചത് എക്സാമിന്. അപ്പം അത് നോർമലി നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇതിലായാലും നമ്മളത് പഠിക്കുന്നതാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ആഴത്തിലോട്ട് ഇറങ്ങി നോക്കിയില്ല. ഈ ഒരു എക്സാമിന് വേണ്ടി നോക്കിയില്ല. മുമ്പ് പഠിച്ചിരുന്നത് മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു.
അതാണ്. പിന്നെ ബയോളജി, ജീവിതശൈലി രോഗങ്ങൾ, അതൊക്കെ നല്ല രീതിക്ക് ഇവിടുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് ഉപയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ വന്നപ്പോഴേ പോലീസ് ഡ്രൈവർ ആകണമെന്നുള്ള ആഗ്രഹമായിട്ടാണോ പഠിച്ചു തുടങ്ങിയത്? അതെ. എനിക്ക് ഇതിനു മുമ്പ് ജോബ് ഉണ്ടായിരുന്നു. ഞാൻ പ്രൈവറ്റ് സെക്ടറിലായിരുന്നു. അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ലോജിസ്റ്റിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക്സ്? അതെ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇവിടെ ശ്രീകാര്യത്ത് ആമസോണിൻ്റെ വെയർ ഹൗസിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് 8 മണിക്കൂർ ഷിഫ്റ്റ് തന്നെയാണ്. പക്ഷേ അത് 24 hour വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് ക്ലാസ്സിന് വന്ന് അങ്ങനെ? അല്ല, അത് പക്ഷേ അത് നടന്നില്ല എനിക്ക്. കാരണം വെച്ചാൽ അത് വീക്കിലി റൊട്ടേഷൻ മാറി വരുമായിരുന്നു. അതായത് ഇപ്പം ഇന്ന് രാവിലെ കയറി ഈ ആഴ്ച ഫുള്ള് രാവിലെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഈവനിങ് ആവും, അതിൻ്റെ അടുത്ത ആഴ്ച നൈറ്റ് ആവും. അപ്പോൾ അതെനിക്ക് കറക്റ്റ് സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ കൂടെ പഠിക്കാൻ നോക്കിയായിരുന്നു. ഏകദേശം ഒരു 1.25 കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഇത് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് റിസൈൻ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ പഠിക്കാതിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഞാൻ പിന്നെ റിസൈൻ ഇടേണ്ടി വന്നു. റിസൈൻ ഇട്ടിട്ട് ഞാൻ നമ്മുടെ അവിടെ തന്നെ ഇപ്പം വൈകുന്നേരം ഈവനിങ് ബാച്ചിന് ഞാൻ ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈവനിങ് ബാച്ച് എന്ന ദിശയിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈവനിങ് ബാച്ചിനോട് ഞാൻ പരമാവധി ഈവനിങ് ബാച്ച് തന്നെയാണ് നോക്കിയത്. ഡേ ബാച്ചിന് ഓടി എത്തത്തില്ല. ഡേ ബാച്ചിന് ബാക്കിയുള്ള വർക്ക്, കാറ്ററിങ് അങ്ങനെയൊക്കെ പോകണം. കാരണം വെച്ചാൽ ജോലി സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ചിലവിന് ബാക്കിയുള്ള പൈസകൾ വേണം. അപ്പോൾ അതുകൊണ്ട് ഡേ ബാച്ചിൽ വർക്കിനും പോകണം, അതിൻ്റെ കൂട്ടത്തിൽ വർക്കില്ലാത്ത ദിവസങ്ങളിൽ കമ്പനി സ്റ്റഡി നടത്തും, എല്ലാം കൂടെ ഇരുന്ന് വേണ്ടി. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഓൺലൈൻ ക്ലാസ് എടുത്ത് നോക്കി. പിന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നു എന്താണ് എനിക്ക് നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. നല്ലതെന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റുകളും നല്ലത് തന്നെയാണ് തോന്നിയത്. പക്ഷേ എനിക്ക് ഇതായിട്ട് തോന്നി ചിലപ്പോൾ ചില ക്ലാസ്സുകൾ എനിക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പഠിച്ചിട്ടുണ്ട്, ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെന്നുണ്ടെങ്കിൽ കാണിച്ച സ്പെഷ്യൽ ടോപ്പിക്ക് എന്താണെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ഗ്രൂപ്പുകളിൽ ഇടുന്നതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏത് സബ്ജക്റ്റാണെന്ന് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇത്രയും ലോങ് ഓടി വരാതെ ഞാൻ അവിടെ ഇരുന്ന് മറ്റുള്ള സബ്ജക്റ്റുകൾ കമ്പനി സ്റ്റഡി ഞാനും വേറെ പയ്യനും കൂടി ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പകലും അതുപോലെ തന്നെയായിരുന്നു. ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമ്മളൊരു 3:30-4 മണി വരെ ഇരിക്കും. അപ്പം ദിശയിലത്തെക്കാട്ടിയും വീട്ടിൽ ഇരുന്നായിരുന്നു കമ്പനി സ്റ്റഡി? വീട്ടിലിരുന്നില്ല, നമ്മൾ ഒരു റൂം വാടകയ്ക്ക് ഇടും. അവിടെ ഒരു റൂമുണ്ട്. കൊല്ലത്ത് തന്നെയാണ്? കൊല്ലത്ത് തന്നെയാണ്. ഈ മതിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തോട്ടുവക്കിൽ. അത് ഞാനും എൻ്റെ കുറച്ച് അനിയന്മാരുണ്ട്, കുറേ പയ്യന്മാരുണ്ട്. ആരുമല, കൃഷ്ണചന്ദ്രൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആരുമലൊക്കെ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളത് തന്നെ. അപ്പം അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു റൂമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇരുന്ന്. അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ആ റൂമിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് പോകും. റൂമിൽ തന്നെയായിരുന്നു. റൂമിലിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അവന്മാർ നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് നോക്കും. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നോട്ട് കിട്ടും. അപ്പോൾ പല രീതിയിൽ നിന്നും പല സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അവന്മാരെ ഈ എക്സാമിന് വേണ്ടിയിട്ടല്ല അവരാരും നോക്കിയിട്ടുള്ളത്. അവർ മറ്റുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ്, പോലീസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ അവരുടെ കുറേ നോട്ടുകൾ നമുക്ക് ഉപയോഗം വന്നിട്ടുണ്ട്. ഈവനിങ് ബാച്ചിലാണല്ലോ ദിശയിൽ വന്നതെന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ ആ സമയത്തുള്ള റെഗുലർ ക്ലാസ്സുകൾ, എക്സാമുകൾ എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത്? ആ എക്സാമുകൾ നല്ല രീതിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ റെഗുലർ ബേസിലാണ് വന്നെങ്കിലും നമുക്ക് ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്തിന് തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസമായിരുന്നു ക്ലാസ്. പക്ഷേ എക്സാമിനോട് അടുക്കുന്നപ്പം ടോപ്പിക്ക് വീണ്ടും കവർ ചെയ്യേണ്ടതുണ്ടെന്ന് വിചാരിച്ചിട്ട് സാർ തന്നെ പിന്നെ അത് നമുക്ക് ശനി ഞായർ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നു. ശനിയാഴ്ച ഉണ്ടായിരുന്നു, ഞായറാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഞായറാഴ്ച നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ അത് വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീക്കിൽ എല്ലാ ദിവസവും ക്ലാസ് വരുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം പകലായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. മറ്റൊന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് ഒരു 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9 മണി വരെ ക്ലാസ് കഴിഞ്ഞിട്ട് 9 മണിക്ക് ശേഷം നമുക്ക് എക്സാമുകൾ വരുന്നുണ്ടായിരുന്നു. എക്സാമുകൾ ഓരോ ടോപ്പിക് ബേസിൽ നമുക്ക് എക്സാമുകൾ നടത്തിയിട്ട് ആഴ്ചയിലൊരിക്കൽ OMR എക്സാമുകൾ നടത്തുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്കുകളും OMR എക്സാം തന്നെ തനിപ്പകർപ്പായിട്ട് OMR എക്സാം നടത്തുന്നുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ എക്സാമിനോട് അടുക്കുന്നത് വരെ ഏകദേശം 5 OMR എക്സാമുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നു, പോലീസിൻ്റെ സേനയുടെ സ്പെഷ്യൽ ടോപ്പിക്ക്. അപ്പോൾ ഇത് പഠിച്ചെടുക്കുന്ന ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് പോലീസിൻ്റെ വീണ്ടും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഡ്രൈവറിൻ്റെ റൂളുകളും സെക്ഷനുകളും, സെൻട്രൽ മോട്ടോർ വെഹിക്കിളും കേരള മോട്ടോർ വെഹിക്കിളും 2 റൂള് രണ്ടും കൂടെ വരുമ്പോൾ രണ്ടിൻ്റെയും കൂടെ അങ്ങോട്ട് തിരിയുക, അങ്ങനെയുള്ളൊരു തോന്നിയിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു അത് പഠിക്കാൻ? ബുദ്ധിമുട്ടായിട്ടല്ല, അത് നമ്മൾ ഒന്ന് ഇരുത്തി നമ്മൾ ഇവിടെ ക്ലാസ് കണ്ട് മാത്രം അല്ലെങ്കിൽ കേട്ട് മാത്രം നിന്നിട്ട് കാര്യമില്ല. നമ്മൾ നല്ല കമ്പനി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരാളും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞ് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് അത് നല്ലേക്ക് പഠിക്കുന്നതിന് ഉറപ്പായിട്ടും കിട്ടുന്നുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു വീട്ടിലവിടെ ഉള്ള പയ്യന്മാരൊക്കെ കമ്പനി സ്റ്റഡി. അപ്പം റിവിഷൻ രീതി എങ്ങനെയാണെന്ന് അതൊന്ന് പറയാമോ? റിവിഷൻ രീതി എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരാണ് ഇരുന്നത്. മെയിനായിട്ട് നമ്മൾ രണ്ടുപേരെയും വീക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യം നോക്കിക്കൊണ്ടിരുന്നത്.
വീക്കായിട്ടുള്ളതിന് എന്ന് വെച്ച് നമുക്ക് വീക്കായിട്ടുള്ളതിന് മാത്രമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് കളഞ്ഞില്ല. ഉള്ളതിൽ ഒരു 2 മണിക്കൂർ നമുക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകാറുണ്ടായിരുന്നു. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ പിന്നെ എപ്പോഴായിരുന്നു റിവൈസ് ചെയ്യുന്ന രീതി? നമ്മൾ മെയിനായിട്ട് ഞാനും മറ്റേ പയ്യൻ രണ്ടുപേരും നമ്മൾ ഈ ദിശയിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളും ബാക്കി നമ്മൾ അവിടെ പോയിട്ട് നമ്മളല്ലാതെ ഞാൻ പറഞ്ഞു പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ആൾറെഡി അറിയാമായിരുന്നു, നമുക്ക് രണ്ടുപേരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊരു റിവിഷൻ കണക്ക് തന്നെയാണ് ഇങ്ങനെ ആദ്യം മുതലേ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം OMR പരീക്ഷ ചെയ്യുന്ന സമയത്ത് എക്സാമിനോടൊരു പേടി ഉണ്ടായിരുന്നോ? എക്സാമിനോട് പേടി ഞാൻ ഇതിനു മുമ്പ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പം എക്സാമിനോട് പേടിയായിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുത്തെ OMR എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻ കേസ് അവിടെ ചെന്നിട്ട് ഒരു ബബിൾ ചെയ്യാനായാലും ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ആ ഒരു രീതി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതും പിന്നെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് OMR എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം എങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ? അതോ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എന്തെങ്കിലും വന്നായിരുന്നോ? ഇല്ല, ബ്രേക്കായിട്ട് വന്നിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ്. അപ്പം ഞാൻ മുമ്പ് ഓരോ PSC എക്സാമിനെ നോക്കിയ രീതിയിലല്ല ഈ ഒരു എക്സാമിനെ നോക്കിയത്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് നോക്കിയത്. മുമ്പ് ഞാൻ ഉള്ളത് പറയുകയാണെങ്കിൽ തമാശയെന്നല്ല, നമ്മൾ ആ ഒരു ഇത് ഇരിക്കത്തില്ല. വേറെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട്, അവിടെ ചെന്നാലും ഈ ക്ലാസ് കഴിയുമ്പോൾ ഉള്ള എക്സാമുകൾ വീക്കിലേക്ക് എക്സാമുകളാണ്, നമ്മളിത് അറ്റൻഡ് ചെയ്യാറില്ല. അത് ഭയങ്കര രീതിക്ക് എനിക്കത് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ അത് ഭയങ്കരമായിട്ട് ഉപയോഗം ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടൊന്നും ഞാൻ അത് അറ്റൻഡ് ചെയ്യാറ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് എങ്ങനെയും ആൾക്ക് സ്കോർ ചെയ്യണം, കാരണം വെച്ചാൽ പഠിച്ച് തുടങ്ങിയപ്പോൾ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് നിന്നത്. കാരണം വെച്ചാൽ എന്തായാലും ഒരുപാട് കാലമൊന്നും നമുക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഒരു 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 മാസം നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി തന്നെ ചെയ്യണം. ഞാനും എല്ലാ ഉത്സവങ്ങളും എല്ലാ സ്ഥലങ്ങളിലും പോയി കറങ്ങൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. രാത്രി വീട്ടിൽ കയറുമ്പോൾ താമസിച്ചാണ് കയറുന്നത്, എല്ലാം കൂട്ടുകാരുടെ കറങ്ങാൻ പോക്കുണ്ടായിരുന്നു, എല്ലാം ഉള്ളത് തന്നെ. പക്ഷേ ഞാൻ പഠിച്ചു തുടങ്ങിയ ഒരു 3 മാസത്തോളം ഞാൻ എന്തായാലും ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കല്യാണങ്ങളായാലും റിലേറ്റീവ്സിൻ്റെ കല്യാണങ്ങൾ, കൂട്ടുകാരന്മാരുമായിട്ട് പോകുന്നത്, അങ്ങനെയുള്ളത്, ഉത്സവങ്ങൾ, ഫംഗ്ഷനുകൾ എല്ലാം ഒഴിവാക്കിയത് കൊണ്ട് എനിക്കതിൽ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സാക്രിഫൈസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം പല കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിന്നപ്പോൾ വീട്ടുകാരുടെ അടുത്ത് നിന്നായാലും കൂട്ടുകാരുടെ അടുത്ത് നിന്നായാലും ലഭിച്ച സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ഓക്കെ ആയിരുന്നു. എനിക്ക് വേറെ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ പഠിക്കാൻ പോകുന്ന ഞാൻ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോലും അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ജോലിക്ക് പോകുന്നതിനെ കുറിച്ചും അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നുവരെയായിട്ടും വീട്ടിൽ നിന്ന് ഇപ്പോൾ ചേട്ടനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരായിട്ടും ജോലിക്ക് പോയെന്നോ നിർബന്ധിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കാര്യത്തിന് ജോലിക്ക് പോകുന്ന ആ ഒരു രീതി അവർക്ക്, ഞാൻ ഏതെങ്കിലും ജോലി തപ്പി പിടിക്കും, അതിൽ പോകും. അപ്പോൾ അവർ ഓക്കെയാണ്, അങ്ങനെയുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചില്ല. ജോലി റിസൈൻ ചെയ്യാൻ നേരത്ത് ഞാൻ റിസൈൻ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. കാരണം റിസൈൻ ചെയ്യല്, നീ എന്തിനു പഠിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു ചോദ്യമൊന്നും വന്നിട്ടില്ല. എന്തായാലും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു അതിന് ഓക്കെയാണ് അവർ. പരീക്ഷ പോലെ തന്നെ പ്രാധാന്യമുള്ളതായിരുന്നല്ലോ ഫിസിക്കൽ ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും. അതെ. അപ്പോൾ അത് രണ്ടിനും പോയുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പം മറ്റുള്ള എക്സാമുകൾ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ OMR എക്സാം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒന്നെങ്കിൽ ഫിസിക്കലുള്ള എക്സാമുകളാണെങ്കിൽ ഫിസിക്കലൂടെ കഴിഞ്ഞ് നേരെ റാങ്ക് ലിസ്റ്റിലോട്ട് പോകും. ഇതിൽ ഒരുപാട് കടമ്പകൾ വീണ്ടും ഉണ്ടായിരുന്നു. ആ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. ഇപ്പം ബാക്കി 3 സ്റ്റെപ്പിലായാലും ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് ലാസ്റ്റ് ഡ്രൈവിംഗ് വരുമ്പോൾ അതിൻ്റെ ഒരു മാർക്കുണ്ട്. എത്രയായിരുന്നു ഡ്രൈവിങ്ങിൻ്റെ മാർക്ക്? എത്രയായിരുന്നു ഡ്രൈവിങ്ങിന് എനിക്ക് തന്നത്? കുറവ് തന്നെയായിരുന്നു. ഞാനുള്ളത് തന്നെ എനിക്ക് 15 മാർക്കേ തന്നിട്ടുള്ളായിരുന്നു. 15 മാർക്ക്. എത്ര മാർക്കിനായിരുന്നു? 30 മാർക്കിനാണ് ഡ്രൈവിംഗ് ഇരുന്നത്. ഞാൻ OMR എനിക്ക് 56.67 കട്ട് ഓഫ് എങ്കിലും എനിക്ക് OMR എനിക്ക് കിട്ടിയത് 67.67 ഉണ്ടായിരുന്നു. എൻ്റെ മാർക്ക് ഉണ്ടായിരുന്നു. ഒരു 10 മാർക്ക് കട്ട് ഓഫിനേക്കാളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു 80 എന്ന് പറഞ്ഞ റാങ്കിൽ വന്ന് നിൽക്കാൻ പറ്റിയത്. എന്നുവെച്ചാൽ ഡ്രൈവിങ്ങിൽ എനിക്ക് പാതി മാർക്കേ തന്നിട്ടുള്ളൂ. പക്ഷേ ഡ്രൈവിങ്ങിൽ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്നൊരു ഫാൾട്ട് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിരിക്കട്ടും ഇപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പോഴും ഞാനിത് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫാൾട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എറണാകുളത്ത് വെച്ചായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ്. ആ ദിവസത്തെ ആദ്യത്തെ കാൻഡിഡേറ്റ് ഞാനായിരുന്നു. അതിൻ്റെ തലേ ദിവസം അവിടെ 52 പേര് അങ്ങോട്ട് പങ്കെടുത്തതിൽ 17 പേര് പാസ്സായുള്ളൂ. നല്ല ഫെയിലായിരുന്നു. ഫെയിൽ റേറ്റ് കൂടുതലാണ് അവിടെ. അപ്പോൾ ഞാൻ അന്ന് പോകുമ്പോൾ തന്നെ നല്ല പേടിച്ചിട്ടാണ് പോയി, എന്താണെന്ന് അറിയാൻ പോയി. പക്ഷേ അതേസമയം കൊല്ലത്ത് നടന്നതും കണ്ണൂർ നടന്നതിലും അത്യാവശ്യം പാസ് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എറണാകുളത്ത് ഇത് കുറവായിരുന്നു, പാസ് റേറ്റ് കുറവായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ കാൻഡിഡേറ്റ് ഞാൻ തന്നെയായിരുന്നു.
പക്ഷേ എനിക്ക് കയറി ഓടിച്ചപ്പോൾ എനിക്ക് വലിയൊരു വ്യത്യാസമായിട്ടോ അല്ലെങ്കിൽ ഫെയിലാകാൻ കാരണം അങ്ങനെ എനിക്കിതായിട്ട് തോന്നിയിട്ടില്ല. വണ്ടി ഓക്കെ ആയിരുന്നു. ഞാൻ പിന്നെ നമ്മൾ ബസ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പുലരി എന്ന് പറഞ്ഞ പരതനുള്ള അവിടെ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ക്ലാസ്സോളം അവിടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റോഡും ടി ടെസ്റ്റുമായിട്ട് കിരൺ എന്ന് പറഞ്ഞ ചേട്ടനാണ് പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ പിന്നെ KSRTCയിൽ പോയിട്ടുണ്ടായിരുന്നു. KSRTCയിൽ ചടയമംഗലത്തും പോയിട്ടുണ്ട്, ചാത്തന്നൂരും പോയിട്ടുണ്ട്. 2 KSRTCയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് തുടങ്ങുന്നത്, ചടയമംഗലത്തായാലും ചാത്തന്നൂരായാലും. ഇപ്പം ചാത്തന്നൂരാണെങ്കിൽ സഞ്ജയൻ സാർ ഉണ്ടായിരുന്നു, അബ്ദുൾ റഷീദ് സാർ ഉണ്ടായിരുന്നു. അതുപോലെ ചടയമംഗലത്താണ് ഞാൻ കൂടുതൽ കാലം ചടയമംഗലത്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. നമ്മളെ സുരേഷ് സാറിനും പറഞ്ഞിട്ട് വെഞ്ഞാറോടുള്ള സാറുണ്ടായിരുന്നു. സാറ് പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തു സാറിൻ്റെ. കാരണം വെച്ചാൽ സാറിന് വയ്യാത്തതാണ്, അത്യാവശ്യം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും തന്നെയും സാറ് നമുക്ക് വേണ്ടിയിട്ട് രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന അല്ലെങ്കിൽ 7:30 ആകുമ്പോൾ തുടങ്ങുന്നത് വൈകുന്നേരം 5:30-6 മണി വരെ പോകുന്നുണ്ട്. സാറ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഇൻസ്ട്രക്ടർ രജനീഷ് സാറുണ്ട്, നല്ലതായി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരെയും ആ KSRTCയിലൂടെ പോയി എടുത്തത് കൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അവിടെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ മാർക്ക് എനിക്ക് കുറച്ച് തന്നെയാണ് തന്നത്. അപ്പോൾ അതിന് മുന്നോട്ടായിട്ടുള്ള ഫിസിക്കൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലത്ത് SN കോളേജ് വെച്ചായിരുന്നു. ഫിസിക്കലിലും ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. ബെഡിന് വേണ്ടിയിട്ട് ഹൈ ജമ്പിൻ്റെ ബെഡ് എങ്ങും കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് കാരറ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഞാൻ ബെഡിൽ ചാടാൻ വേണ്ടി കാരറ്റ് ക്യാപ്റ്റിൽ ഞാൻ ബെഡിൽ അതും വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് കാലത്തേക്ക്. ഞാൻ ഡെയിലി രാവിലെ വരുമായിരുന്നു. രാവിലെ പോയി വരുമായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. വേറെ എൻ്റെ കൂടെ വന്ന പയ്യനെ നിർഭാഗ്യവശാൽ കട്ട് ഓഫിനെക്കാളും താഴെയായിരുന്നു മാർക്ക്. അതുകൊണ്ട് അവൻ കൂടെ വരുത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ ഫിസിക്കലി ഹൈ ജമ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണോ? അതെ. വേറെ സ്ഥാപനങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു? ഇല്ല പോയിട്ടില്ല. ആദ്യത്തെ 8 ഐറ്റം ഉണ്ടായിരുന്നു. ആദ്യത്തെ 5 ഐറ്റത്തിൽ തന്നെ അത് പാസ്സായിരുന്നു. അതുകൊണ്ട് എനിക്ക് റോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കയറേണ്ടി വന്നിട്ടില്ല. 1500 കയറേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ 5 തന്നെ? അതെ. ചിന്നിങ് റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ 5 ഐറ്റത്തിൽ തന്നെ പാസ്സായിരുന്നു. അപ്പോൾ അത് ഓരോ കടമ്പ കിടക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തതായാൽ പോലും എൻ്റെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ആ എക്സാമിന് തൊട്ട് മുമ്പുള്ള എക്സാം മുതലാണ് ഞാൻ നോക്കിയത്. ഞാൻ ടൈം മാനേജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമേ എന്നെ OMRൽ ഞാൻ കറുപ്പിക്കാറില്ല. ആദ്യമേ ഞാൻ നമ്മളെ ചോദ്യപേപ്പറിൽ ഞാൻ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ടിക്കറ്റ് പോകാറുണ്ട്, മാർക്ക് ചെയ്ത് പോകാറുണ്ട്. എനിക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു കൗണ്ട് എടുക്കും. അത്യാവശ്യം എനിക്ക് വേണ്ട ഒരു മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. എന്നിട്ടാണ് ഞാൻ ബബിൾ ചെയ്യാൻ പോലും പോകുന്നത്. ഈ സ്ട്രാറ്റജി ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു വന്നത് ഈ ഒരു എക്സാമിന് തൊട്ട് മുമ്പുള്ളത് മുതൽ ഞാൻ ഇതാണ് ചെയ്തു വന്നത്. കാരണം വെച്ചാൽ ഒരു അരമണിക്കൂർ അതിന് പോകുമെന്നുണ്ടെങ്കിലും എനിക്കതിന് മാർക്ക് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എല്ലാം അറിയാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോളം എടുക്കും ഞാൻ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ള് വായിച്ച് നോക്കി എടുത്തിട്ട് രണ്ടാമത് വീണ്ടും ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിനൊന്ന് ഉറപ്പ് വരുത്തി ഞാൻ ബൗൾ ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 67.67 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മൊത്തത്തിൽ ഒരു 74 മാർക്കും കണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ അധികം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല. ഇതിൽ എനിക്ക് മൈനസും കുറവായിരുന്നു. നടത്തിയ OMR എക്സാമുകൾ ഇതിന് സഹായിച്ചോ? ഉറപ്പായിട്ടും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ ചോദ്യങ്ങൾ നമുക്ക് ഒരു വിധത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഒരേ പാറ്റേണിൽ വന്നത് കണക്ക് ഒരുപാടുണ്ട്. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിക്ക് അതുപോലെ വന്നിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയല്ലേ, മറ്റുള്ള നമ്മളെ ഗൈഡായാലും ബാക്കിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാത്തിനും അപേക്ഷിച്ച് ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ഇവിടെ ദിശ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന്, ദിശയിൽ തന്നെ എനിക്ക് ഓൺലൈനിൽ പോലും ഞാൻ ഓൺലൈൻ ഞാൻ കോഴ്സ് എടുത്തില്ല, അല്ലാതെ യൂട്യൂബിൽ കിടക്കുന്ന ചാനലിൽ കാണാത്ത കാര്യം എനിക്ക് ഇവിടെ വന്ന് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് നല്ല രീതിക്ക് അത് മനസ്സിലായി. ഓൺലൈനിൽ ചിലപ്പോൾ കാണും, ഞാനത് ഓൺലൈൻ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഓഫ്ലൈനിൽ അതെനിക്ക് നല്ല രീതിക്ക് ഉപയോഗം ചെയ്തിട്ടുണ്ട്. എനിക്ക് സാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് ഇപ്പോഴും അറിയാം. ആ കാര്യങ്ങൾ ഇപ്പോഴത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്തവർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ നോട്ടിൽ നിന്ന് അവരത് മനസ്സിലാക്കിയത്. ഒരുപാട് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രിഫറും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സാറിൻ്റെ ക്ലാസ് നല്ല ഇതായിരുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മുഖ്യ പങ്കുപേരും ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കാം. അപ്പം ചേട്ടൻ എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു എക്സാം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് എടുത്ത് വെച്ചേക്കുക. സിലബസ് എടുത്ത് വെച്ചിട്ട് നമുക്കതിൽ കവർ ചെയ്യാൻ പറ്റുന്നത്, അതായത് 1-2 മാർക്കിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത് കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മളതിന് വീക്കാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് മാർക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പം ഭരണഘടന ആയാലും സ്പെഷ്യൽ ടോപ്പിക്കുകളായാലും ജീവിതശൈലി രോഗങ്ങൾ, അങ്ങനെ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഓക്കെയാണ്. പക്ഷേ 100 മാർക്കിനും പഠിക്കാൻ വേണ്ടി ഇരിക്കാതെ നമ്മൾ സ്കിപ്പ് ചെയ്യാനുള്ളത് സ്കിപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണ്,
റാങ്ക് നേടണമെന്ന് പഠിച്ച് നല്ല രീതിക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാം പഠിക്കുക. അറിഞ്ഞാൽ അത് കുറേ കാര്യങ്ങൾ അവർക്ക് അറിയാം, എന്തായാലും ബാക്കി കാര്യങ്ങളോട് പഠിക്കുക. അല്ല, നമുക്കൊരു ജോലി വേണം, റാങ്ക് അല്ല മുഖ്യം, ജോലി വേണം, അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കിന് വേണ്ടിയിട്ട് 1-2 മാർക്കിനൊക്കെ ഓരോ ചോദ്യങ്ങൾ, ഓരോ വിഷയങ്ങൾ, ടോപ്പിക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട്, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈ ഭരണഘടനയിലൊക്കെ തന്നെ 7-8 മാർക്കിനാണ് ഓരോ എക്സാമൊക്കെ ചോദിക്കുന്നത്. അല്ല, എങ്ങനെ പോലും ഒരു 5 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും? അത് നല്ല രീതിക്ക് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഭരണഘടന കമ്മിറ്റി വന്നത് മുതൽ അവസാന കാലഘട്ടം വരെ ഉള്ളൂ. നമ്മളൊന്ന് ജസ്റ്റ് എടുത്ത് വെച്ചാൽ ഈ ഭരണഘടനയെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടി പോലീസ് ഡ്രൈവറിന് വേണ്ടിയിട്ട് ഭരണഘടന എടുത്ത് പഠിച്ചില്ല. ഇതിന് മുമ്പ് പഠിച്ച കാര്യം എൻ്റെ നോട്ട് ഇത് തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇതിനൂടെ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പം നമുക്ക് ഏകദേശം ഇപ്പം ഏജ് ഫയർഫോഴ്സിനാണെന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സ് ഡ്രൈവർക്കാണെന്നുണ്ടെങ്കിൽ 26 ജനറൽ കാറ്റഗറിയിലെ ഏജ്. പോലീസിലാണെങ്കിൽ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്, 28 ആക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വീണ്ടും 4 കൊല്ലത്തെ ഇളവ് വന്നുകൊണ്ട് അതിൽ വന്നിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഫോഴ്സിലും എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിപ്പം ഇപ്പം 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കാൻ പറ്റും, LMV എടുക്കാൻ പറ്റും. ഒരു 20 വയസ്സാകുമ്പം ഹെവി എടുക്കാൻ പറ്റും. ഹെവി നമുക്ക് ഇതിൻ്റെ മെയിൻ കേസ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള എക്സാമുകൾ കണക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ചോദിക്കുന്നില്ല. എക്സ്പീരിയൻസ് മീൻസ് ലൈസൻസ് എടുത്തിട്ട് ഇത്ര നാളായിരിക്കണം എന്നുള്ളത് ചോദിക്കുന്നില്ല. നമുക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈസൻസ് ഉണ്ടായിരുന്നാൽ മതി. അത്യാവശ്യം ഇത് എടുത്തിട്ട് ഇതിൻ്റെ കാലഘട്ടം എങ്ങനെ പോയാലും ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു 1-1.5-2 കൊല്ലത്തോളം എടുക്കും ഒരു റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി. അതിനിടയിൽ നമുക്ക് എന്തായാലും ഡ്രൈവിങ് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയി ലൈസൻസ് എടുത്ത് വെച്ചേക്കുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മനസ്സിലതുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിൽ മെയിനായിട്ടൊരു കാര്യം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ നോക്കണം. അങ്ങനെയുള്ളൊരു കേസിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കണം. നമ്മളിതിപ്പോൾ ഇത്രയും കടമ്പകൾ കടന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹെവി ലൈസൻസ് ഉണ്ടോ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോഴായിരിക്കും നമ്മുടെ ലൈസൻസിൽ എവിടെയെങ്കിലും കുറഞ്ഞത് 1 മാസമെങ്കിലും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അപ്പോൾ നിലവിൽ കാണും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവർ അപ്പോഴേ റിജക്റ്റ് ചെയ്യുകയാണ്. ഈ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ സാധനം എടുക്കുമ്പോഴത്തേക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴേ റിജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് പരമാവധി ഈ ജോലിയോട് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കേസ് അങ്ങനെയുള്ള ഈ ലൈസൻസ് കട്ട് ചെയ്യേണ്ട, സസ്പെൻഡ് ചെയ്യേണ്ട രീതിയിലുള്ള, അതായത് നിശ്ചിത കാലത്തേക്കായാൽ പോലും അങ്ങനെയുള്ള കാര്യത്തിൽ ചെന്ന് എന്തായാലും തലവയ്ക്കാതിരിക്കുക. അത് വളരെ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് നമ്മളെ ലിസ്റ്റിൽ തന്നെ അറിയാമെന്നുള്ള എക്സർവീസിൻ്റെ ലിസ്റ്റിൽ ഇതുപോലുള്ള പുള്ളിക്കാരുണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ അവസാന നിമിഷം ലിസ്റ്റിൽ നിന്ന് പുറത്താവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച അനുരാജിന് ഒരുപാട് നന്ദി. മുമ്പോട്ടുള്ള വഴിയിൽ ഒരുപാട് വിജയം കൈവരിക്കാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.